ഭഗവതേ വാസുദേവായ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം പഠിക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് ഒരു ഇടവേള അതിനിടയിൽ വേണ്ടി വന്നു. എന്തായാലും ഭഗവാനോടുള്ള ഭക്തി പ്രാർത്ഥന ഭട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. നമ്മളത് വായിച്ച് ആനന്ദം അനുഭവിക്കുകയാണ്. ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ചൊല്ലുന്ന സമയത്ത് തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും ഭക്തിയോട് കൂടിയിട്ട് ഭട്ടതിരിപ്പാട് ആ ഗുരുവായൂരപ്പന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതാണ് ഈ ശ്ലോകം. അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്ന സമയത്ത്, ഭഗവാനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്കും ചൊല്ലാൻ വേണ്ടി പറ്റുന്ന ഒരു ശ്ലോകമാണിത്. ശരീരത്തിന്റെ അസുഖം മാത്രമല്ല, മനസ്സിന്റെ അസുഖങ്ങൾ വരുന്ന സമയത്തും, മനസ്സിൽ ഭഗവാനെ തെളിഞ്ഞ് കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമം വരുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ ശ്ലോകം ചൊല്ലാൻ വേണ്ടി സാധിക്കും. എന്താണ് ആ ശ്ലോകത്തിലുള്ളത് ഒന്ന് ഞാൻ പദം മുറിച്ച് പറയാം. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരം അപി തേ പൂജനവിധൗ ഭവന്മൂർത്തി ആലോക നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ. കേൾക്കുമ്പോൾ തന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ശ്ലോകത്തിന്റെ അർത്ഥം. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ 2 ദശകങ്ങൾ എഴുതി പൂർത്തിയാക്കിയിട്ട് ഭട്ടതിരിപ്പാടിന് 3-ാമത്തെ ദശകം എന്തെഴുതണം, എങ്ങനെ എഴുതണമെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വരികൾ വരുന്നില്ല. അസുഖം, നമ്മളൊക്കെ സുഖത്തിലിരിക്കുന്ന സമയത്ത് പോലും ഒരു വരി ഭഗവാനെ കുറിച്ച് എഴുതണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടും. അസുഖം ബാധിച്ച് കിടക്കുന്ന സമയത്താണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ചെറിയൊരു ജലദോഷവും പനിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഒരു ശ്ലോകം പഠിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. ഇവിടെ ആ വാതരോഗം ബാധിച്ച് കിടക്കുന്ന ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ വിധൂയ ക്ലേശാൻ, എൻ്റെ ക്ലേശങ്ങളെ മുഴുവൻ മാറ്റിത്തരണേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ചരണയുഗ്മം മേ ചരണയുഗ്മം ഭവക്ഷേത്രപ്രാപ്ത, എൻ്റെ 2 കാലുകളെയും ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കണമേ. ഇന്ദിരുവടിയുടെ ക്ഷേത്രത്തിൽ എത്തുന്നതിനും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അങ്ങയുടെ ക്ഷേത്രത്തിൽ എത്തുന്നതിന് എൻ്റെ കാലുകളെ പ്രാപ്തരാക്കണമേ എന്നായിരിക്കും പറയുന്നുണ്ടാവും. അപ്പൊ അതിനർത്ഥം എന്താണ്? ആ ഗുരുവായൂർ അമ്പലത്തില് ക്ഷേത്രത്തില് നടയിലേക്ക് പോകാൻ പോലും ഭട്ടതിരിപ്പാടിന് സാധിക്കുന്നില്ല. ആ സമയത്ത് താമസിക്കുന്നിടം അതിനടുത്തായിരിക്കും. ചിലപ്പോ അവിടെ നിന്നായിരിക്കും ഈ ശ്ലോകം എഴുതിയിട്ടുണ്ടാവേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങയുടെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്താൻ വേണ്ടി എന്നെ സഹായിക്കണമേ. കരം അപീച്ച,
കരങ്ങൾ എങ്ങനെയായിരിക്കണം? കരങ്ങളെയും കരം അപീച്ച കരങ്ങളെയും തേ പൂജന വിധൗ അങ്ങയുടെ നിന്തിരുവടിയുടെ പൂജാവിധികൾക്ക് വേണ്ടിയിട്ട് അതിനും പ്രാപ്തരാക്കണം. അങ്ങയുടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. എൻ്റെ കരങ്ങളെ അങ്ങയുടെ പൂജാവിധികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. ധൃതരസം ഗുരു എന്നാണ് അവസാനം പറയുന്നത് കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ടാണ് ധൃതരസം ഗുരു എന്ന് പറയുന്നത്. ആദ്യത്തില് ഓരോന്നും പറയാണ്. എൻ്റെ കാലുകളെ അങ്ങയുടെ ക്ഷേത്ര സമീപത്തേക്ക് വരുവാൻ വേണ്ടിയിട്ടും കരങ്ങളെ അങ്ങയുടെ പൂജന വിധികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നയനം കണ്ണുകൾ എന്താണ് വേണ്ടത്? ഭവൻ മൂർത്തിയാലോകെ അങ്ങയുടെ മൂർത്തിയാലോകെ അങ്ങയുടെ മൂർത്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും അഥ പിന്നെ ഘ്രാണം തേ പാദതുളസി പരിഘ്രാണം ആ മൂക്കിനെ അങ്ങയുടെ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന തുളസിയുടെ സുഗന്ധം നുകരുന്നതിന് വേണ്ടിയിട്ടും പരിഘ്രാണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റണം ആ പാദ തുളസി ദളത്തെ. ശ്രവണം അപ്പി ശ്രവണേന്ദ്രിയങ്ങളെ, അതായത് ചെവിയെ എന്ത് ചെയ്യണം? ചെവി എന്താണ് ചെയ്യേണ്ടത്? തേ ചാരുചരിതേ അങ്ങയുടെ ചാരുചരിതങ്ങള് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ധൃതരസം കുരു ഈ കാര്യങ്ങളെല്ലാം ധൃതരസം കുരു എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ത്രാണിയുള്ളതാക്കി തീർക്കണമേ. രസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്സാഹം ഉണ്ടാക്കണേ, രസിക്കുന്നതാക്കി മാറ്റണമേ എന്നാണ് ധൃതരസം കുരു എന്ന് പറയുന്നത്. കാലുകളെ അങ്ങയുടെ ക്ഷേത്ര നടയിലേക്ക് വന്നെത്താൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. കൈകളെ അങ്ങയുടെ പൂജകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. എൻ്റെ കണ്ണുകളെ അങ്ങയുടെ മൂർത്തിയെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. എൻ്റെ കാതുകളെ അങ്ങയുടെ കീർത്തനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കണം. ഭഗവാനെ, ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. ധൃതരസം കുരു. മറ്റൊരു പ്രാർത്ഥന ഇപ്പം എനിക്കില്ല. എനിക്കിത് എഴുതി തീർക്കണമെങ്കിൽ അവിടെ എത്തിയേ പറ്റുള്ളൂ. ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്ന് നിറഞ്ഞേ പറ്റുള്ളൂ. അതിനെന്നെ പ്രാപ്തമാക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അത്രയും അസുഖം ബാധിച്ച് കിടക്കുകയാണ് അദ്ദേഹം. നമുക്കും അസുഖം വരുന്ന സമയത്ത്, നമ്മൾ വിഷണ്ണരായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കും ഈ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പറ്റണം. മനസ്സ് വിഷമിച്ച് ഭഗവാന്റെ രൂപം കാണാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, ഭഗവാനെ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് രസം നുകരുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ തിരിച്ചു തരയണമേ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന് ഹരിനാമ കീർത്തനത്തിൽ തുഞ്ചത്താചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലേ നമ്മൾ ആ ഭഗവാന്റെ ഭക്തിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനോട് എപ്പോഴും നമ്മൾ പറയാണ്. ശരീരത്തെ അതിന് പ്രാപ്തമാക്കണം, മനസ്സിനെ അതിന് പ്രാപ്തമാക്കണം ഭഗവാനെ. അത് തന്നെയാണ് ഭട്ടതിരിപ്പാടും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം. എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലുക കേട്ടോ. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം, ഭവത്ക്ഷേത്രപ്രാപ്തോ കരമപി ച തേ പൂജന വിധൗ, ഭവൻ മൂർത്യാലോകേ നയനമഥ, തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം, ശ്രവണമപി തേ ചാരുചരിതേ. ഈ നാരായണീയം ശ്ലോകങ്ങള്
ചൊല്ലി മനസ്സിലാക്കി അത് വിശദീകരിക്കുന്നത് നല്ല ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമാണ്. ഭട്ടതിരിപ്പാട് അത് എഴുതാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. ഇത് വായിച്ച് വിവരിക്കുമ്പോഴാണ് ഭഗവാനെ ഇത് ഉള്ളിൽ നിന്ന് ചില സമയത്ത് വരുന്നില്ലല്ലോ എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇടയിൽ വിട്ടുപോകുന്നത്. ചില ദിവസങ്ങളിൽ ചെയ്യാൻ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് സാധിക്കില്ല. മനസ്സത്രയും തയ്യാറായിരിക്കുന്ന സമയത്ത് മാത്രമേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെയും പ്രാർത്ഥന അതാണ്, ഭഗവാനെ എല്ലാ ദിവസവും ഉദ്ദേശിച്ചതുപോലെ നാരായണീയം വിശദീകരിക്കുവാൻ, നാരായണീയം മാത്രമല്ല ഭഗവാന്റെ എല്ലാ കീർത്തനങ്ങളും ഉദ്ദേശിച്ച പോലെ വിവരിക്കാൻ സാധിക്കണമേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. ആരും അത് മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. ഇടയിൽ വിട്ടുപോകുമ്പോൾ അയ്യോ ഇനി അത് ഉണ്ടാവില്ല എന്ന് മറന്നു പോകല്ലേ. ഇടയിൽ എപ്പോഴൊക്കെയാണോ സാധിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. ആ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളായിട്ട് ഇന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ വരികൾ തേടി പോകേണ്ടതില്ല. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് അത് ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ഗുണത്തിനും വേണ്ടിയിട്ട്, നന്മയ്ക്കും വേണ്ടിയിട്ട്, ലോക നന്മയ്ക്കായിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവർക്കും പാദത്തിന് ശക്തിയും, ഭഗവാന്റെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൾക്ക് ശേഷിയും, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് കർണങ്ങൾക്ക് ഉണർവും, ആ മൂർത്തി കണ്ട് ലയിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ട് കണ്ണുകൾക്ക് കഴിവും ഉണ്ടാവട്ടെ. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഇത്ര മാത്രമാണ് പ്രാർത്ഥനയുള്ളത്. നന്ദി, നമസ്തേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ